ഹായ്, നമുക്ക് മൈക്രോ പ്രോസസർ ആൻഡ് മൈക്രോ കൺട്രോളർ നെക്സ്റ്റ് പാർട്ട് നോക്കാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് വരെ ആയിരുന്നു നിർത്തിയിരുന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് അഡ്രസ്സിംഗ് മോഡ്സും കൂടെ നോക്കിയിട്ട് അഡ്രസ്സിംഗ് മോഡ്സും ഇൻസ്ട്രക്ഷൻ സെറ്റും കൂടെ ചേർത്ത് കുറച്ച് സെറ്റ് ഓഫ് MCQസും കൂടെ നോക്കാം. അപ്പം നോക്കിക്കേ, അഡ്രസ്സിംഗ് മോഡ്സ് ഓഫ് 8086. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ എ വേ ഓഫ് ലൊക്കേറ്റിംഗ് ഡേറ്റ ഓർ ഓപ്പറൻസ്. അപ്പം നമുക്ക് ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഓപ്പറൻസിനെ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതാണ് ഈ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 8086 പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ഇൻസ്ട്രക്ഷൻസിന് ഒരു സെറ്റ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. അതാണ് നമ്മൾ ജനറലായിട്ട് എപ്പോഴും പഠിക്കുന്നത്. ദെൻ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇൻസ്ട്രക്ഷൻസ്, അതായത് നമ്മൾ അരിത്തമാറ്റിക്കും ലോജിക്കലും ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനും എല്ലാം എന്തിൽ വരും? ഈ സീക്വൻഷ്യൽ കൺട്രോൾ ഫ്ലോ ഇൻസ്ട്രക്ഷൻസ് വരും. അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സീക്വൻസ് നെക്സ്റ്റ് ലൈനിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകും. പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അടുത്ത ലൈനിലോട്ട്, അങ്ങനെ സീക്വൻഷ്യൽ ഓർഡറിലായിട്ട് പോകുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് സെറ്റ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫോർ എക്സാമ്പിൾ ജമ്പർ, റിട്ടേൺ, കോൾ, അതൊക്കെ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. അതായത് സീക്വൻസിൽ നിന്ന് മാറി ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കൺട്രോൾ വേറൊരു പ്രോഗ്രാമിൻ്റെ വേറൊരു ഭാഗത്തേക്കായിരിക്കും ട്രാൻസ്ഫർ ആയി പോകുന്നത്. അപ്പോൾ അതിന് വേറൊരു സെറ്റ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പഠിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഫ്ലോ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ജനറലായിട്ട് 8 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്, സെക്കൻഡ് വൺ ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, then register addressing mode, register indirect, indexed, register relative, based indexed, relative based indexed. Next one എന്താണ് നോക്കിക്കേ, ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഡേറ്റേനെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ നമുക്ക് എന്ത് ഡേറ്റയാണോ നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടത് അല്ലെങ്കിൽ ആഡ് ചെയ്യിക്കേണ്ടത്, സബ്ട്രാക്ട് ചെയ്യിക്കേണ്ടത് ഒരു ഇൻസ്ട്രക്ഷൻ വഴി ആ ഡേറ്റേനെ ആസ് സച്ച് അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ നോക്കിക്കേ, ദ അഡ്രസ്സിംഗ് മോഡ് ഇൻ വിച്ച് ദ ഡേറ്റ ഓപ്പറൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഇറ്റ് സെൽഫ് ഈസ് നോൺ ആസ് ഇമീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. എക്സാമ്പിൾ മൂവ് CX, 492H എന്ന് പറഞ്ഞാൽ എന്താണ്? CXലേക്ക് ഈ ഡേറ്റ എന്ത് ചെയ്യുക? മൂവ് ചെയ്യിക്കുക. ആ ഡേറ്റ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് തന്നിട്ടുണ്ട്, അല്ലാതെ അതിൻ്റെ മെമ്മറി ലൊക്കേഷനോ അതിൻ്റെ ഓഫ്സെറ്റോ ഒന്നും തന്നിട്ടില്ല. അവിടെ പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ആ ഡേറ്റ തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ഡേറ്റ എന്നാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ മീനിങ്. നെക്സ്റ്റ് ആഡ് AX, 2387. അപ്പോൾ എന്തായിരിക്കും ആ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്? 2387ൻ്റെ കൂടെ AXലെ കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് AXൽ സ്റ്റോർ ചെയ്ത് വെക്കും. മൂവ് AL, FFH. അപ്പോൾ എന്തായിരിക്കും? FF എന്നുള്ള 8-bit ഡേറ്റ ALലേക്ക് എന്ത് ചെയ്യുക? മൂവ് ചെയ്യിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ. ഇമ്മീഡിയറ്റ് ഏത് കേസിൽ വന്നാലും അതെന്താണ്? നമ്മൾ ഡേറ്റേനെ ആസ് സച്ച് കൊടുക്കുന്നതാണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ദി എഫക്റ്റീവ് അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ഈസ് റിട്ടൺ ഡയറക്ട്ലി ഇൻ ദി ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമുക്ക് ഏത് മെമ്മറി ലൊക്കേഷനിൽ കണ്ടന്റ് ആണ് എടുക്കേണ്ടത്, ഡേറ്റ എവിടെയാണ് ഇരിക്കുന്നത്, ആ മെമ്മറി അഡ്രസ്സിൻ്റെ ഓഫ്സെറ്റ് നമുക്ക് അതിനകത്ത് സ്പെസിഫൈ ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, എക്സാമ്പിൾ മൂവ് AX, സ്ക്വയർ ബ്രാക്കറ്റിൽ 5000H എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണ്? 5000H എന്നുള്ളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് ഒരു 16-bit അഡ്രസ്സാണ്. ആ 16-bit അഡ്രസ്സ് എന്താണ്? ഓഫ്സെറ്റ് ആണ് അല്ലേ? ഈ ഓഫ്സെറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ആ മെമ്മറി ലൊക്കേഷൻ എവിടെയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏതോ ഒരു ഡേറ്റയാണ്. അപ്പോൾ ഡേറ്റ സെഗ്മെൻറ്റിൽ എവിടെയോ ആണ് നമ്മുടെ ഈ ഡേറ്റ ഇരിക്കുന്നത്. അതിനെയാണ് AXലേക്ക് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡേറ്റ സെഗ്മെൻറ്റിൽ എവിടെയാണ് ഇരിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? യു ഹാവ് ടു ഫൈൻഡ് ദി ഫിസിക്കൽ അഡ്രസ് ഓർ ഇഫക്റ്റീവ് അഡ്രസ് ഓഫ് ദി ലൊക്കേഷൻ അല്ലേ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേസ് അഡ്രസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ × 10 അല്ലേ, അവസാനം ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക.
ദെൻ ആ ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 20 ബിറ്റ് അഡ്രസ് ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷനിൽ കണ്ടന്റ് എടുത്തിട്ട് AXലേക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് മെമ്മറി ലൊക്കേഷൻ എവിടെയാണെന്ന്, അതിൻ്റെ ഓഫ്സെറ്റ് എവിടെയാണെന്ന് ഇവിടെ എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്യും. അപ്പം ഡേറ്റ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്, ഡേറ്റാ സെഗ്മെൻറ്റിലായിരിക്കും. ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ അതിൻ്റെ ബേസ് അഡ്രസ്സ് കാണും. ആ ബേസ് അഡ്രസ്സിൻ്റെ കൂടെ ഇൻറ്റു 10 ചെയ്യുക, പ്ലസ് ഓഫ്സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട് 5000. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷനിൽ കണ്ടന്റ് എടുത്തിട്ട് AXലേക്ക് മൂവ് ചെയ്യുക. അതാണ് എന്ത്, ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പം അത് എന്ത് അഡ്രസ്സിങ് മോഡാണെന്ന് കണ്ട് പറയാൻ പറ്റണം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ വിച്ച് ടൈപ്പ് ഓഫ് അഡ്രസ്സിങ് മോഡ് ഇസ് ദിസ്, അപ്പോൾ അത് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യണം, പറയാൻ പറ്റണം. നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ അഡ്രസ്സിങ് മോഡ്. It means that the register is the source of an operand for an instruction. ഇവിടെ നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു രജിസ്റ്റർ ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, മൂവ് AX, BX, മൂവ് CX, AX എല്ലാ രജിസ്റ്റേഴ്സ് ആണല്ലേ. ഇവിടെ ഓഫ്സെറ്റ് എന്നോ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡേറ്റയോ ഒന്നും കൊടുത്തിട്ടില്ല. AXലെ കണ്ടന്റ് എടുത്ത് CXലേക്ക് കൊടുക്കുക. ദെൻ ആഡ് BX, AX എന്ന് പറഞ്ഞതാണ് AXലെ കണ്ടന്റും BXലെ കണ്ടന്റും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, രജിസ്റ്റേഴ്സ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. സോ ദിസ് അഡ്രസ്സിംഗ് മോഡ് ഈസ് കോൾഡ് രജിസ്റ്റർ അഡ്രസ്സിംഗ്. നെക്സ്റ്റ് നോക്കിക്കേ, രജിസ്റ്റർ ഇൻഡയറക്റ്റ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് രജിസ്റ്ററിലെ വാല്യൂ എടുക്കണം അല്ലേ. അപ്പോൾ ആ ഇൻഡയറക്റ്റ് രീതിയിൽ എങ്ങനെയാണ് ആ രജിസ്റ്ററിനെ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ആ എക്സാമ്പിൾ നോക്കാം. ദിസ് അഡ്രസ്സിംഗ് മോഡ് അലൗസ് ഡേറ്റ ടു ബി അഡ്രസ്ഡ് അറ്റ് എനി മെമ്മറി ലൊക്കേഷൻ ത്രൂ ആൻ ഓഫ്സെറ്റ് അഡ്രസ് ഹെൽഡ് ഇൻ എനി വൺ ഓഫ് ദി ഫോളോയിങ് രജിസ്റ്റേഴ്സ്. അപ്പം ഈ പറയുന്ന ഫോളോയിങ് രജിസ്റ്റേഴ്സിൽ എവിടെയെങ്കിലും നമ്മൾ എന്ത് വാല്യൂ ആണോ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ ആവശ്യം, അതിൻ്റെ ഓഫ്സെറ്റ്, അതായത് അതിരിക്കുന്ന ലൊക്കേഷൻ്റെ കറക്റ്റ് ഓഫ്സെറ്റ് ഈ ഏതെങ്കിലും രജിസ്റ്ററിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം, രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, മൂവ് AX, ഓഫ്സെറ്റ് BX അല്ലേ. സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്ന എപ്പോഴും എന്താണ്, ഓഫ്സെറ്റ് ആണ്. പക്ഷേ ഓഫ്സെറ്റ് എവിടെ തന്നിട്ടുണ്ടോ, ഇല്ല. ഓഫ്സെറ്റ് എവിടെയാണ് ഇരിക്കുന്നത്, BX എന്നുള്ള രജിസ്റ്ററിലാണ് എന്തിരിക്കുന്നത്, ഓഫ്സെറ്റ് ഇരിക്കുന്നത്. അപ്പം BX എന്ന് പറഞ്ഞാൽ ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്. അതിനകത്ത് ഇരിക്കുന്ന ഓഫ്സെറ്റ് എടുത്തിട്ട് ബേസ് അഡ്രസ്സും വെച്ചിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ മെമ്മറി ലൊക്കേഷനിൽ കണ്ടന്റ് എടുത്തിട്ട് AXലോട്ട് എന്ത് ചെയ്യുക, മൂവ് ചെയ്യിക്കുക. ഓക്കെ ആണോ? സപ്പോസ് ദ രജിസ്റ്റർ BX കണ്ടെയ്ൻസ് 4895H. അപ്പം BXൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിക്കോട്ടെ, ആ മെമ്മറി ലൊക്കേഷനിലെ കറസ്പോണ്ട്. അപ്പോൾ 489H എന്നുള്ള ഓഫ്സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൊക്കേഷനിലെ വാല്യൂ എടുത്തിട്ട് AXലേക്ക് എന്ത് ചെയ്യുക, മൂവ് ചെയ്യിക്കുക. അപ്പോൾ ആ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, 10H ഇൻറ്റു ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ ബേസ് അഡ്രസ്സ് ഉണ്ട്, അതുകൊണ്ടുകൂടെ 0 അവസാനം ആഡ് ചെയ്യുക, പ്ലസ് BX എന്നുള്ള ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. അത് AXലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫ്സെറ്റ് ഓഫ് ദ ഓപ്പറൻറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ വൺ ഓഫ് ദി ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. നമ്മൾ ഇതുവരെ നേരത്തെ ആണെങ്കിൽ രജിസ്റ്ററിലായിരുന്നു ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്തിരുന്നത് അല്ലേ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇൻഡെക്സ് രജിസ്റ്റേഴ്സിലായിരിക്കും എന്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം നോക്കിയാൽ ഇൻഡെക്സ്ഡ്, അപ്പം ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൽ ഓഫ്സെറ്റ് അല്ലെങ്കിൽ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പം നോക്കിക്കേ, നമുക്കറിയാം ഡേറ്റാ സെഗ്മെൻറ്റിൻ്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് ആണ് സോഴ്സ് ഇൻഡെക്സ് രജിസ്റ്ററും ഡെസ്റ്റിനേഷൻ ഇൻഡെക്സ് രജിസ്റ്റർ, SIയും DIയും. അതുപോലെ സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡേറ്റാ സെഗ്മെൻറ്റിൻ്റെത് SIയും എക്സ്ട്രാ സെഗ്മെൻറ്റിൻ്റെത് DIയും ആയിരിക്കും ഇൻഡെക്സ് രജിസ്റ്റേഴ്സ്. മനസ്സിലായല്ലോ. ഒരു എക്സാമ്പിൾ നോക്കിക്കേ, മൂവ് AX, SI. എന്താ മീനിങ്, SIലെസ് ഇൻഡെക്സ് രജിസ്റ്റർ ഓഫ്സെറ്റ് ഉണ്ട്, അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ബേസ് അഡ്രസ്സും ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്ററിലെ വാല്യൂ എടുത്തിട്ട് എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ലൊക്കേഷനിലെ കണ്ടൻറ്റ് AXലേക്ക് മൂവ് ചെയ്യുക. അപ്പം നമ്മൾ ചിലപ്പോഴേ ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഓഫ്സെറ്റ്
വാല്യൂ അഡ്രസ്സ് തന്നെ ആയിരിക്കും ഈ സൈഡിൽ കൊടുത്തേക്കുക, മെമ്മറി ലൊക്കേഷൻ എന്നും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ മീനിങ് ഇതാണ്, ഓഫ്സെറ്റ് ഓരോ അഡ്രസ്സിനും ഓരോ ഓഫ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഓഫ്സെറ്റ് അതാണെങ്കിലും യഥാർത്ഥ അഡ്രസ്സ് 20 ബിറ്റ് ആയിട്ടുള്ള വേറെ അഡ്രസ്സ് ആയിരിക്കും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ എന്താണ് ഓഫ്സെറ്റ് തന്നെ നമുക്ക് ആ മെമ്മറി ലൊക്കേഷൻ പോലെ സ്പെസിഫൈ ചെയ്തു തരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ഈ SI എന്നുള്ള ഇൻഡെക്സ് രജിസ്റ്ററിലാണ് നമ്മുടെ ഓഫ്സെറ്റ് കിടക്കുന്നത്. അത് വെച്ചിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ആ കണ്ടൻറ്റ് വേണം AXലേക്ക് മൂവ് ചെയ്യിക്കാൻ. നെക്സ്റ്റ് ഈസ് രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ രജിസ്റ്റർ റിലേറ്റീവ് അഡ്രസ്സിംഗ് മോഡ് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് കാണുമ്പോൾ നമുക്ക് പേര് പറയാൻ പറ്റണം. ഹിയർ ദ ഡേറ്റ ഈസ് അവൈലബിൾ അറ്റ് ആൻ എഫക്റ്റീവ് അഡ്രസ് ഫോംഡ് ബൈ ആഡിങ് ആൻ 8-bit or 16-bit displacement with the content of any one of the registers BX, BP, SI and DI. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു രജിസ്റ്റേഴ്സിൽ കണ്ടൻറ് ഉണ്ടാവും. ആ കണ്ടൻറ്റിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം, ഒരു 8-bit അല്ലെങ്കിൽ 16-bit ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കൊടുക്കും. അപ്പോൾ റിലേറ്റീവായിട്ട് എന്തും കൂടെ കാണും, ആ ഓഫ്സെറ്റിൻ്റെ കൂടെ ഒരു റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് കൂടെ കൊടുക്കുന്നതാണ് രജിസ്റ്റർ റിലേറ്റീവ്. നോക്കിക്കോ ഒരു എക്സാമ്പിൾ, മൂവ് AX, 50H BX. അപ്പോൾ ആ 50H BX എന്നുള്ളത് എന്താണ്, ബേസ് അഡ്രസ്സ് എടുത്തിട്ട് ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓഫ്സെറ്റ് ആണ് ഈ 50H BX. അതായത് എഫക്റ്റീവ് അഡ്രസ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഡേറ്റ ആയതുകൊണ്ട് ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ ബേസ് അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ ഡേറ്റാ സെഗ്മെൻറ്റ് രജിസ്റ്റർ ഇൻറ്റു 10 ചെയ്യുക, പ്ലസ് എന്തും കൂടെ ചെയ്യുക, ഓഫ്സെറ്റ് എടുത്തിട്ട് BXൽ കിടക്കുന്ന ഓഫ്സെറ്റ് എടുക്കുക, ആ ഓഫ്സെറ്റിൻ്റെ കൂടെ 15 കൂടെ ആഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് പുതിയൊരു ഓഫ്സെറ്റ് കിട്ടും. ആ ഓഫ്സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻറ്റ് എടുത്തിട്ട് വേണം AXലേക്ക് മൂവ് ചെയ്യിക്കാൻ. ക്ലിയർ ആണല്ലോ. അപ്പം നമുക്ക് ആ ഓഫ്സെറ്റിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കാനുള്ള എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ആ മെമ്മറി ലൊക്കേഷൻ എത്രയാണ് ഡിസ്പ്ലേസ്ഡ് ആവേണ്ടതെന്നുള്ള വാല്യൂ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഈസ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്സ്. ഇപ്പം ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇപ്പം ചെയ്ത കാര്യം അവിടെ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്റ്റ് കൊടുക്കും. ഇവിടെ ആ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഇൻഡെക്സ് രജിസ്റ്ററിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. എക്സാമ്പിൾ നോക്കിക്കേ, മൂവ് AX, BX, SI. അപ്പം SIയിലുള്ള ഓഫ്സെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റും BXലുള്ള ഓഫ്സെറ്റും കൂടെ ആഡ് ചെയ്ത് ആ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ എടുത്തിട്ടായിരിക്കും AXലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ ആ എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കണ്ടോ, 10H × DS പ്ലസ് BX പ്ലസ് SI. അപ്പോൾ ആ ഓഫ്സെറ്റ് രണ്ടെണ്ണം ഇവിടെ ആഡ് ചെയ്യും. ഒന്ന് BXലെ ഓഫ്സെറ്റ് വാല്യൂ പ്ലസ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇൻഡെക്സ് രജിസ്റ്ററിലായ SIയിലാണ്. അപ്പോൾ അതും എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ആ കണ്ടൻറ്റ് എടുത്തിട്ട് AXലേക്ക് മൂവ് ചെയ്യിക്കുക. ഓക്കെ ആണല്ലോ. ഹിയർ ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ഡേറ്റ ഈസ് ഫൗണ്ട് ബൈ ആഡിങ് കണ്ടൻറ്റ് ഓഫ് എ ബേസ് രജിസ്റ്റർ ടു ദ കണ്ടൻറ്റ് ഓഫ് ആൻ ഇൻഡെക്സ് രജിസ്റ്റർ. ഓക്കെ ആണല്ലോ. അപ്പം ബേസ് രജിസ്റ്റർ BX ഓർ BP ആവാം, ബേസ് പോയിന്ററും ആവാം, ബേസ് BX എന്നുള്ള 16-bit രജിസ്റ്ററും ആവാം. പിന്നെ ഇൻഡെക്സ് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ SI ഓർ DI ആവാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇസ് റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ അതിനകത്ത് തന്നെ ആ പേര് തന്നെ റിലേറ്റീവ് വന്നാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കൂടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ എക്സ്ട്രാ നമുക്ക് കൊടുക്കാം. റിലേറ്റീവ് ആ പൊസിഷൻ വെച്ചിട്ട് വീണ്ടും മെമ്മറി ലൊക്കേഷൻ എന്ത് ചെയ്യാൻ മാറ്റാം. അപ്പോൾ ആ എക്സാമ്പിൾ നോക്കിക്കേ, മൂവ് AX, 50H BX XI. അപ്പം ബേസ്ഡ് ഇൻഡെക്സ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം BX SI ഉണ്ട്. അപ്പോൾ അത് രണ്ടും വെച്ചിട്ട് ഒരു ഓഫ്സെറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഓഫ്സെറ്റ് വീണ്ടും ഒരു 50H ഡിസ്പ്ലേസ്ഡ് ആവാനായിട്ട് നമ്മൾ 50H കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ആ BX SI എന്നുള്ള ഓഫ്സെറ്റിൻ്റെ കൂടെ ഈ 15 കൂടെ ആഡ് ചെയ്യും. ആ കിട്ടുന്ന മെമ്മറി ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടൻറ്റ് എടുത്തിട്ട് AXലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ക്ലിയർ ആണല്ലോ. ഹിയർ ദ എഫക്റ്റീവ് അഡ്രസ് ഓഫ് ഡേറ്റ ഈസ് ഫൗണ്ട് ബൈ ആഡിങ് 8-bit or 16-bit ഡിസ്പ്ലേസ്മെൻറ്റ് with the sum of contents of any one of the base registers and any one of the index registers in a default segment. അപ്പം ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൻ്റെ കൂടെയും ബേസ് രജിസ്റ്റേഴ്സിൻ്റെ കൂടെയും ഡിസ്പ്ലേസ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഓഫ്സെറ്റ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഓഫ്സെറ്റ് അഡ്രസ്സ് വെച്ചിട്ട്
ബേസ് അഡ്രസ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എഫക്റ്റീവ് അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഇഫക്റ്റീവ് അഡ്രസ്സിലെ കണ്ടന്റ് എടുത്തിട്ട് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, എക്സിലേക്ക് മൂവ് ചെയ്യുന്നതാണ് എന്ത്, റിലേറ്റീവ് ബേസ്ഡ് ഇൻഡെക്സ്ഡ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ റിലേറ്റീവ് എന്നുള്ള ടേം കേട്ടാൽ എപ്പോഴും നമ്മൾ എക്സ്ട്രാ ഒരു 8-bit 16-bit ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കും, അത് ഓർക്കുക. ദെൻ ഇൻഡെക്സ്ഡ് എന്ന് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഇൻഡെക്സ് രജിസ്റ്റേഴ്സിൽ ഓഫ്സെറ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. നെക്സ്റ്റ് ഇസ് അഡ്രസ്സിംഗ് മോഡ്സ് ഫോർ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിന് 2 ടൈപ്പ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ്. ഒന്ന് ഇൻറ്ററും ഒന്ന് ഇൻട്രായും. ഈ ഇൻറ്റർ തന്നെ 2 ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. അതുപോലെ ഇൻട്രയും 2 ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കിക്കേ, ദ അഡ്രസ് ഇന്റർസെഗ്മെന്റ് ഡയറക്റ്റ്. ഇന്റർസെഗ്മെന്റ് ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ അഡ്രസ് ടു വിച്ച് ദ കൺട്രോൾ ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ഈസ് ഇൻ എ ഡിഫറൻറ്റ് സെഗ്മെന്റ്. ഇപ്പം ഇന്റർ എന്ന് പറഞ്ഞാൽ 2 സെഗ്മെന്റ്സിലായിട്ടായിരിക്കും നമുക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റിനകത്ത് തന്നെയുള്ള ലൊക്കേഷനിലോട്ടായിരിക്കും കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എക്സാമ്പിൾസ് മാത്രം നോക്കി വെക്കുക ഏതിനകത്താണ് വരുന്നതെന്നുള്ളത്. ഇന്റർ സെഗ്മെന്റ് ഡയറക്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, ജമ്പ് 500H, 200H. ജമ്പ് ടു ഇഫക്റ്റീവ് അഡ്രസ് 2000H ഇൻ സെഗ്മെന്റ് 5000H. ഇപ്പോൾ 5000H എന്നുള്ള സെഗ്മെന്റിലെ അവിടുന്ന് എങ്ങോട്ടേക്ക് പോവുക, ആ സെഗ്മെന്റിൽ തന്നെ എങ്ങോട്ടേക്ക് പോവുക, ഇഫക്റ്റീവ് അഡ്രസ്സ് 2000H ഉള്ള സെഗ്മെന്റിലേക്ക് എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യുക. അപ്പോൾ അങ്ങോട്ടേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇതെന്താ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ടേക്കാണെന്ന് ഉള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് ഇതിനെന്താന്ന് വിളിക്കാം, ഇന്റർ സെഗ്മെന്റ് ഡയറക്റ്റ്. അതുപോലെ ഇന്റർ സെഗ്മെന്റ് ഇൻഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ജമ്പ് ഓഫ്സെറ്റ് 2000H. അപ്പോൾ ഇതെന്താ എന്താ മീനിങ്, jump to an address in the other segment specified at effective address 2000H in data segment register. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവം എവിടെ നിന്ന് പോയി എടുക്കണം, 2000H എന്നുള്ള ഓഫ്സെറ്റിന് കറസ്പോണ്ടിങ് ഡേറ്റാ സെഗ്മെന്റ് രജിസ്റ്ററിലെ എഫക്റ്റീവ് അഡ്രസ്സ് കണ്ടുപിടിച്ച് അവിടെ നിന്നുള്ള ആ ലൊക്കേഷൻ എടുത്തിട്ട് അങ്ങോട്ടേക്ക് വേണം എന്ത് ചെയ്യാൻ, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻട്രാ സെഗ്മെന്റ് ഡയറക്റ്റ്. ഇൻട്രാ സെഗ്മെന്റും ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട്. ഇൻട്രാ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെഗ്മെന്റ് തന്നെ വേറൊരു പൊസിഷനിലോട്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജമ്പ് ഷോർട്ട് ലേബൽ എന്ന് പറഞ്ഞാൽ, ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആ റേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പം ലേബൽ എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും, കൺട്രോൾ ട്രാൻസ്ഫർ. അപ്പോൾ ആ എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഷോർട്ട് ആണെങ്കിൽ ഒരു 8-bit ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്, ലോങ് ജമ്പ് ആണെങ്കിൽ 16-bit ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആ സെഗ്മെൻറ്റിൽ തന്നെ വിത്തിൻ ദ സെഗ്മെൻറ്റ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആ ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യും, കൺട്രോൾ ട്രാൻസ്ഫർ മൂവ് ചെയ്യും. അതായത് ആ പ്രോസസ്സിൻ്റെ കൺട്രോൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആവും. In this mode, the address to which the control is to be transferred lies in the same segment in which the control transfer instruction lies and appears directly in the instruction as an immediate displacement value. അപ്പോൾ ആ ഡയറക്റ്റ് ആയിട്ട് ആ ഷോർട്ട് ലേബൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റിലേക്ക് ആ ട്രാൻസ്ഫർ കൺട്രോൾ ട്രാൻസ്ഫർ പോകൂ എന്നായിരിക്കും അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻട്രാ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് മോഡ്. അപ്പോൾ ഇൻട്രാ സെഗ്മെൻറ്റ് ഇൻഡയറക്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ the displacement to which the control is to be transferred is in the same segment in which the control transfer instruction lies, but it is passed to the instruction indirectly. പക്ഷേ ഇതും സെയിം സെഗ്മെൻറ്റിൽ തന്നെ, പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് എങ്ങോട്ടേക്കാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആണെന്നുള്ളത് എങ്ങനെ ഒരു ഇൻഡയറക്റ്റ് വേയിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ BX എന്നുള്ള രജിസ്റ്ററിൽ അതിൻ്റെ ആ എത്ര ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നുള്ളതിൻ്റെ ഓഫ്സെറ്റ് ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ ആ ഓഫ്സെറ്റ് എടുത്തിട്ട് ആ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷൻ ജമ്പ് ചെയ്യണം. ജമ്പ് ടു ഇഫക്റ്റീവ് അഡ്രസ് സ്റ്റോർഡ് ഇൻ BX. അപ്പം BXിലുള്ളത് ഏതോ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ
ഓഫ്സെറ്റ് അഡ്രസ്സാണ്. അത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റും, ഇൻഡയറക്റ്റ് ആയിട്ട് അതായത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഏതെങ്കിലും പൊസിഷനിലാണ് ആ മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ ആ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, ഇൻഡയറക്റ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് അഡ്രസ്സിംഗ് മോഡ്സ്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് സീക്വൻഷ്യൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. MCQs ആണെങ്കിലും നമുക്ക് എപ്പോഴും ചോദിക്കുന്നത് സീക്വൻഷ്യൽ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്നായിരിക്കും. അപ്പം നമുക്ക് ഇനി കുറച്ച് MCQs നോക്കാം, നമുക്കതെല്ലാം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. MCQ based on instruction set and addressing modes of 8086. The instruction that is used to transfer the data from source operand to destination operand. അപ്പോൾ എന്തായിരിക്കും, ട്രാൻസ്ഫർ ഡേറ്റ. അപ്പോൾ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ഡേറ്റ കോപ്പി ഓർ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ അല്ലേ. Then which of the following is not a data transfer instruction? ഇതിനകത്ത് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ അല്ലാത്തതാണ്. മൂവ് നമുക്കറിയാം ഡേറ്റ ട്രാൻസ്ഫർ ആണ്. പുഷ് എന്ന് പറഞ്ഞാൽ അറിയാം സ്റ്റാക്കിലേക്കുള്ളതാണ്. പോപ്പ് എന്ന് പറഞ്ഞാലും സ്റ്റാക്കോട് റിലേറ്റഡ് ആണ്. DAS എന്നുള്ളൊരു ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ അല്ല, അത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലേ. ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷൻ. നെക്സ്റ്റ് നോക്കിക്കേ, the instructions that involve various string manipulation operations are called string instructions അല്ലേ. നമ്മൾ കുറച്ച് സ്ട്രിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയായിരുന്നു. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ ഇസ് നോട്ട് വാലിഡ്? ഇത് വാലിഡ് അല്ലാത്ത ഇൻസ്ട്രക്ഷൻ ഏതാണ്? മൂവ് AX, BX പോസിബിൾ ആണ്. മൂവ് AX, ബിറ്റ്വീൻ രജിസ്റ്റേഴ്സ്. ദെൻ മൂവ് AX, 5000H. അപ്പം 5000H AXലേക്ക് പോവും. പുഷ് AX അതും ഓക്കെയാണ്. സെക്കൻഡ് ഓപ്ഷൻ മൂവ് DS, 5000. നമ്മൾ ഒരിക്കലും ഒരു സെഗ്മെൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്യത്തില്ല. സെഗ്മെൻറ്റിൽ ഒരു ലൊക്കേഷൻ വേണം അല്ലെങ്കിൽ രജിസ്റ്റർ വേണം അല്ലേ. ദെൻ നെക്സ്റ്റ്, ഇൻ പുഷ് ഇൻസ്ട്രക്ഷൻ ആഫ്റ്റർ ഈച്ച് എക്സിക്യൂഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ദ സ്റ്റാക്ക് പോയിന്റർ ഇസ്, പുഷ് ആകുമ്പോഴത്തേക്കും ഡിക്രിമെൻറ്റഡ് ബൈ 2, പോപ്പ് ആകുമ്പോഴത്തേക്കും ഇൻക്രിമെൻറ്റഡ് ബൈ 2 അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഡിക്രിമെൻറ്റഡ് ബൈ 2. നെക്സ്റ്റ്, the instruction that pushes the contents of the specified register or memory location on to the stack. അപ്പോൾ സ്റ്റാക്കിലേക്ക് കൊടുക്കുന്നത് ആരാണ്? കണ്ടൻസ്. ഒരു മെമ്മറിയിലെ രജിസ്റ്ററിലെ കണ്ടൻറ്റ് സ്റ്റാക്കിലേക്ക് കൊടുക്കുന്നത് ഏത് ഓപ്പറേഷനാണ്? പുഷ് അല്ലേ. ഡേറ്റ ടു സ്റ്റാക്ക് ആണെങ്കിൽ പുഷ്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തിടുക, അങ്ങനെ ഓർക്കുക കേട്ടോ. ദെൻ പോപ്പ് ആണെങ്കിൽ എന്താണ്? In pop instruction after each execution of the instruction the stack pointer is pop ആണെങ്കിൽ incremented by 2. Then the instructions that are used for reading an input port and writing an output port respectively are input read ചെയ്യാൻ ഇന്നും ഔട്ട്പുട്ട് ആക്കാൻ ഔട്ടും അല്ലേ, ഇൻ ഔട്ട്. Then the instruction that is used for finding out the codes in case of code conversion problems is, ഇപ്പോൾ കോഡ് കൺവേർഷൻ പ്രോബ്ലംസിൽ കോഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എക്സ്ലാറ്റ്. ട്രാൻസ്ലേറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. എക്സ്ലാറ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് കോഡ്സ്. ദെൻ the instruction that loads effective address formed by destination operand into the specified source register. അപ്പം നമ്മൾ ഒരു എഫക്റ്റീവ് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലോഡ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യിക്കുന്ന ഇൻസ്ട്രക്ഷൻ ഏതാണ്? നമ്മൾ പഠിച്ചായിരുന്നു LEA അല്ലേ, ലോഡ് എഫക്റ്റീവ് അഡ്രസ്. ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് ലോഡ്സ് ദി AH രജിസ്റ്റർ വിത്ത് ദ ലോവർ ബൈറ്റ് ഓഫ് ദ ഫ്ലാഗ് രജിസ്റ്റർ ഇസ് ഏതാണ്? LAHF അല്ലേ. LAHF എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡ് AH ഫ്രം എ ലോവർ ബൈറ്റ് ഓഫ് ഫ്ലാഗ്. AH എന്നുള്ള രജിസ്റ്ററിൽ AH എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. അപ്പോൾ ഫ്ലാഗ് 16 ബിറ്റിൻ്റെ ലോവർ ബൈറ്റ്, അതായത് അവിടുത്തെ 8 ബിറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്യിക്കും. ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് പുഷസ് ദ ഫ്ലാഗ് രജിസ്റ്റർ ഓൺ ടു ദ സ്റ്റാക്ക്. സ്റ്റാക്കിലേക്ക് ഫ്ലാഗ് രജിസ്റ്ററിനെ പുഷ് ചെയ്യണമെങ്കിൽ പുഷ് F കൊടുക്കണം. അപ്പം പുഷ് F. വെറും പുഷ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് ഫ്ലാഗ് രജിസ്റ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ പുഷ് F.
The instruction that loads the flag register completely from the word contents of the memory location is POP-F. ഇങ്ങോട്ടേക്കാണെങ്കിൽ ഫ്ലാഗ് രജിസ്റ്ററിലേക്കാണെങ്കിൽ POP-F. The instruction that adds immediate data contents of the memory location specified in an instruction or register to the contents of another register or memory location is എന്താണ് add അല്ലേ? ജസ്റ്റ് രണ്ട് ഡേറ്റാസ് തമ്മിൽ ആഡ് ചെയ്യാൻ, ഒന്നുകിൽ ഇമീഡിയറ്റ് ഡേറ്റ ആയിരിക്കാം അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻസ് ആയിരിക്കും. ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് സപ്പോർട്ട്സ് അഡീഷൻ വെൻ ക്യാരി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള അഡീഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഏതാണ്? ഇവിടെ ഒരു ഓപ്ഷൻ കണ്ടോ, ആഡ് ആൻഡ് എ ഡി സി. അപ്പോൾ ആഡ് നമുക്ക് ക്യാരി ഓപ്ഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് എ ഡി സി തന്നെയാണ് ആൻസർ. ദ ഇൻസ്ട്രക്ഷൻ INC ഇൻക്രീസസ് ദ കണ്ടൻസ് ഓഫ് ദിസ് സ്പെസിഫൈഡ് രജിസ്റ്റർ ഓർ മെമ്മറി ലൊക്കേഷൻ ബൈ ഇൻക്രിമെൻ്റ് എത്രയാണ്? ഒരെണ്ണമാണ് ഇൻക്രിമെൻ്റ് ചെയ്യുന്നത് അല്ലേ? 1 ഇൻക്രിമെൻറ്റ്. ഡിക്രിമെൻ്റ് ആകുമ്പം 1 ഡിക്രിമെൻ്റ് ചെയ്യും. The instruction that subtracts 1 from the contents of the specified register or memory location is decrement operation, DEC. The instruction that enables subtraction with borrow. Subtraction with borrow ഏതാണ്? SBB. Subtraction with borrow കേട്ടോ. ഓപ്ഷൻ C ആണ് ആൻസർ. The flag that acts as borrow flag in the instruction SBB. ബോറോ ഫ്ലാഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ബോറോ ഫ്ലാഗ് ഒന്നും ഇല്ല അല്ലേ? അതിന് ക്യാരി ഫ്ലാഗ് തന്നെയാണ് ബോറോ ഫ്ലാഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ B. ഇൻ ജനറൽ ദ സോഴ്സ് ഓപ്പറൻറ്റ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ക്യാൻ ബി, സോഴ്സ് എന്ത് വേണമെങ്കിലും ആവാം, മെമ്മറി ലൊക്കേഷൻ ആവാം, രജിസ്റ്റർ ആവാം, ഇമീഡിയറ്റ് ഡേറ്റ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. Then in general the destination operand of an instruction can be, ഡെസ്റ്റിനേഷൻ ഓപ്പറേഷൻ എന്തെങ്കിലും ആവാം, മെമ്മറി ലൊക്കേഷനോ രജിസ്റ്ററോ എന്ത് വേണമെങ്കിലും ആവാം. ഇമീഡിയറ്റ് ഡേറ്റ ആവാൻ പാടില്ല അല്ലേ? കാരണം ഇമീഡിയറ്റ് ഡേറ്റ നമുക്ക് ഡെസ്റ്റിനേഷനിൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്തെങ്കിലും എക്സിക്യൂട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനാണ്. ഡെസ്റ്റിനേഷൻ എപ്പോഴും ഒരു മെമ്മറി ലൊക്കേഷനോ രജിസ്റ്ററോ ആയിരിക്കണം. സ്ട്രിങ്ങിൻ്റെ കേസിൽ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും, ബാക്കി കേസിലെല്ലാം രജിസ്റ്റേഴ്സ് ആയിരിക്കും. Then the instruction CMP to compare source and destination operands, it performs CMP എന്ന് പറഞ്ഞാൽ കമ്പയർ ആണ്. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ സബ്ട്രാക്ഷൻ അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? B. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് റിസൾട്ട് എവിടെയും സ്റ്റോർ ചെയ്യത്തൊന്നുമില്ല, പക്ഷേ ഫ്ലാഗ്സിന് എന്ത് ചെയ്യും? ആ കമ്പാരിസൺ റിസൾട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് കമ്പാരിസൺ ഓപ്പറേഷൻ ദ റിസൾട്ട് ഓഫ് കമ്പയറിങ് ഓർ സബ്ട്രാക്ഷൻ ഇസ് സ്റ്റോർഡ് ഇൻ, എങ്ങും സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല അല്ലേ? ദ റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ ഓപ്പറേഷൻ ഇസ് നോട്ട് സ്റ്റോർഡ് എനിവെയർ ഡ്യൂറിങ് എ കമ്പാരിസൺ. നെക്സ്റ്റ്, ദ ഇൻസ്ട്രക്ഷൻ ദാറ്റ് കൺവേർട്സ് ദ റിസൾട്ട് ഇൻ ആൻ അൺപാക്ക്ഡ് ഡെസിമൽ ഡിജിറ്റ്സ് ഇസ്, അപ്പോൾ അൺപാക്ക്ഡ് ഡെസിമൽ ഡിജിറ്റ്സിനെ കൺവേർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഈ തന്നിരിക്കുന്ന എല്ലാ അതാണ്. ആസ്കി അഡ്ജസ്റ്റും, ആസ്കി അഡ്ജസ്റ്റ് സബ്ട്രാക്ഷൻ, ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ, ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, ഇതെല്ലാം അൺപാക്ക്ഡ് BCD അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആയിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ എടുത്ത് പറഞ്ഞായിരുന്നു, ആസ്കി എന്ന് പറഞ്ഞാൽ അൺപാക്ക്ഡ് അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നിമോണിക്. നിമോണിക് എന്ന് പറഞ്ഞാൽ അത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതായത് അതിന് പ്രത്യേകിച്ച് സോഴ്സോ ഡെസ്റ്റിനേഷനോ ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട. ഫോർ എക്സാമ്പിൾ എന്താണ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു നിമോണിക്ക് കൊടുത്താൽ അഡിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ആസ്കിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തോളും. നമ്മൾ എപ്പോഴും അഡിഷൻ കഴിഞ്ഞിട്ടാണ് എ കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ നിമോണിക്ക് മാത്രം കൊടുത്താൽ മതി. The instruction in which adjustment is made before performing the operation is, ബിഫോർ ആണെങ്കിൽ ഈ 4 എണ്ണം നമ്മൾ പഠിച്ചത് ഒരെണ്ണം മാത്രം ബിഫോറും ബാക്കിയെല്ലാം ആഫ്റ്ററും ആയിരുന്നു അല്ലേ? ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ, ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ സബ്ട്രാക്ഷൻ, ആസ്കി അഡ്ജസ്റ്റ് ആഫ്റ്റർ മൾട്ടിപ്ലിക്കേഷൻ, ബട്ട് ആസ്കി അഡ്ജസ്റ്റ് ബിഫോർ ഡിവിഷൻ. ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ദ എക്സ്പാൻഷൻ ഓഫ് DAA. ദ എക്സ്പാൻഷൻ ഓഫ് DAA എന്ന് ചോദിച്ചാൽ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്നാണ് കേട്ടോ. പക്ഷെ അത് പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള മെയിൻ ഹെഡിങ് എന്ന് പറഞ്ഞാൽ DAA എന്ന് പറഞ്ഞാൽ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്നാണ്. പക്ഷേ അത് പെർഫോം ചെയ്യുന്നത് എന്താണ്? ഡെസിമൽ അഡ്ജസ്റ്റ്, ഡെസിമലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും ആഫ്റ്റർ അഡിഷൻ. Next, the instruction that is used to convert the result of the addition of two packed BCD numbers to a
വാലിഡ് BCD നമ്പർ. അത് നമ്മളിപ്പം പഠിച്ചതാണ്. പാക്ഡ് BCD നമ്പറിനെ വാലിഡ് BCD നമ്പർ ആക്കാനാണ് ഡെസിമൽ അഡ്ജസ്റ്റ് ആഫ്റ്റർ അഡിഷൻ ചെയ്യുന്നത്. ദെൻ ROR എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേറ്റ് റൈറ്റ് വിത്തൗട്ട് ക്യാരി. അപ്പം റൈറ്റ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, the mnemonic that is placed before the arithmetic operation is. ബിഫോർ വെക്കുന്നത് നമ്മൾ നോക്കിയായിരുന്നു. ASCII adjust before. Carry flag is undefined after performing operation. Carry flag undefined ആയിട്ടുള്ളത് AAD തന്നെയാണ് അല്ലേ? അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ASCII adjust ബിഫോർ ഡിവിഷനകത്ത് carry flag undefined ആയിരിക്കും after performing the operation. Since the operation AAD is performed before division operation is performed, the carry flag, auxiliary flag and overflow flag are undefined. ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.